അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലാ പൊളിറ്റിക്കൽ സസ്പെൻസ് വീണ്ടും നമുക്ക് നൽകുന്നു. പാലായിൽ ആര് ഭരിക്കുമെന്നുള്ളതാണ് ചോദ്യം. പാലാ മുനിസിപ്പാലിറ്റി നിർണായകമാകാൻ പോകുന്നത് ഒരൊറ്റ കുടുംബത്തിന്റെ തീരുമാനമാണ്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ കുടുംബത്തിന്റെ തീരുമാനം. അതങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമേ ചരിത്രം അങ്ങനെ ഒരു അവസരം നമുക്ക് നൽകത്തുള്ളൂ. ഒരു സ്വതന്ത്രൻ തീരുമാനിക്കുന്നു എന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുടുംബം തീരുമാനിക്കുന്നു എന്നുള്ളത് ഇതാദ്യമായിട്ടാണ്. ബിനു പുളിക്കക്കണ്ടവും കുടുംബവുമാണ്. സഹോദരൻ ബിജുവും മകൾ ദിയയും നമുക്കൊപ്പം ചേരുന്നുണ്ട് ബിനുവിനോടൊപ്പം. ബിനു, വെരി ഗുഡ് മോർണിംഗ്. ബിജു, വെരി ഗുഡ് മോർണിംഗ്. ദിയ, വെരി ഗുഡ് മോർണിംഗ്. അവർ ചെവിയിൽ ഇയർഫോണൊക്കെ വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ഗുഡ് മോർണിംഗ് അവിടെ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ കുടുംബമാണ് ഇനി പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു, എങ്കിലും അത് പഴയിപ്പോയി. ഒരു ഗുഡ് മോർണിംഗ് കൂടെ തരാം. വെരി ഗുഡ് മോർണിംഗ് ബിജു, വെരി ഗുഡ് മോർണിംഗ് ബിനു, വെരി ഗുഡ് മോർണിംഗ് ദിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എനിക്കൊന്നു ബിനു പുളിക്കക്കണ്ടം ആ പേരൊന്ന് മാറ്റണം. ബിനു പുലിക്കക്കണ്ടം എന്നാക്കി മാറ്റണമെന്ന് തോന്നുന്നു. നിങ്ങൾ വെറും പുലിയല്ല, പുലിയാണ്, പുപ്പുലി. ഒരു കുടുംബം 3 പേർ ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്. വിജയത്തിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ആദ്യം തന്നെ ഇപ്പൊ എന്താ ഒരു അവസ്ഥ, എവിടെ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ? താങ്ക് യു സാർ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഓ, വെരി ഗുഡ്. നിങ്ങൾ ബിജുവും ബിനുവിനോടൊപ്പം തന്നെയാണോ? അതെ. ആ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. കുടുംബ വീട്ടിലാണ് ഞങ്ങൾ 2 സഹോദരങ്ങളാണ് ഉള്ളത്. അപ്പം ഒരു വീടിന്റെ അടുത്തടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത വീട് തന്നെ, ഒരു മതിലിന്റെ വ്യത്യാസം. ഓക്കെ. ദിയ, ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എന്താണ് ദിയ ചെയ്തുകൊണ്ടിരുന്നത്? ദിയ, ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞു. എക്കണോമിക്സ് ഡിഗ്രി ആയിരുന്നു. ഞാൻ ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ. രാഷ്ട്രീയത്തിൽ തന്നെ പയറ്റാനാണോ, തുടരാനാണോ, അതല്ല എക്കണോമിക്സൊക്കെയായി എക്കണോമിക് സർവീസിലേക്ക് പോകാനാണോ? എന്താ താല്പര്യം ദിയ? എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് MBA ചെയ്യാനാണ് ആഗ്രഹം. ഇപ്പം ഇതിന്റെ പഠിത്തത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഇലക്ഷന്റെ കാര്യങ്ങൾ വന്നു. ഇനിയിപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിത്തവും വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. വളരെ വലിയ ആഗ്രഹമാണ്, അത് നിറവേറ്റണം. മുനിസിപ്പാലിറ്റിയൊക്കെ മാനേജ് ചെയ്യാനുള്ളൊരു സമയം കിട്ടൂ? ഇത് രണ്ടും കൊണ്ടുവന്നതൊരു ചാലഞ്ച് ആയിരിക്കും. ഞാനിപ്പോൾ MBA ഓൺലൈനായിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, നല്ല കാര്യം. ദിയെ പോലെയുള്ള ആളുകളൊക്കെ വരുന്നത്. ദിയക്ക് ഇപ്പൊ 21 വയസ്സാണ് അല്ലേ? അതെ, എനിക്ക് 21 പൂർത്തിയായി. ഈ ജനുവരിയിൽ 22 ഈ ജനുവരിയിൽ 22 ആവും. ഓക്കെ. അപ്പൊ ബിനു, പാലാ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സണെ സമ്മാനിക്കാൻ പോവാണെന്ന് അറിയുന്നു, ശരിയാണോ? അത് ചർച്ചകളിലേക്കൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു പിന്തുണ ആവശ്യമായി വരുന്നുണ്ട്. ബാക്കി ചർച്ചകളിലേക്കൊന്നും കടക്കുന്നതേ ഉള്ളൂ. ബിനു CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ കഴിഞ്ഞ തവണ മത്സരിച്ച്. അതിനുശേഷം പിന്നീട് കേരള കോൺഗ്രസിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അത് ഒന്നും പറയുന്നില്ല. ഈ ബിജുവിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ബിജു CPM ലൈൻ തന്നെ ആയിരുന്നോ ബിജു? അല്ല, അത് ബിജുവിനെ ഞാൻ കൊടുക്കാം. ബിജു CPM ലൈൻ അല്ലായിരുന്നു. പണ്ട് കേരള കോൺഗ്രസിന്റെ ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു. പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് 35-40 വർഷമായിട്ട് സജീവമായി രംഗത്തുണ്ടായിരുന്നു. ബിജുവും ഇതിനു മുമ്പ് മെമ്പർ ആയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടല്ലോ അല്ലേ ബിജു? മത്സരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപരിയായി പൊതുരംഗത്ത് സജീവമായി ഉണ്ട്. ഓക്കെ. ബിജു മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മറ്റെന്തെങ്കിലും ബിസിനസ്സോ മറ്റെന്തെങ്കിലും? ഞങ്ങൾ ശരിക്കും ഒരു ബിസിനസ് കുടുംബമാണ്. ഞങ്ങൾ തലമുറകളായി, ഒരു 3-4 തലമുറയായി പാലായിലെ ഒരു വ്യാപാര കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ പിതാവും രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന ആളാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയം അറിയാമല്ലോ. പാല എന്ന് പറയുമ്പോൾ മാണി സാറിൻ്റെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തട്ടകമല്ലേ. അവിടെ 40 വർഷം പാലായിലെ കേരള കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചയാളാണ് എൻ്റെ പിതാവ്. ശരിക്കും ആ പിതാവിന്റെ കൈപിടിച്ചാണ് ഞങ്ങളൊക്കെ പൊതുരംഗത്തേക്ക് വരുന്നത്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം, സ്കൂൾ രാഷ്ട്രീയത്തിലൂടെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ ഞാനും പിതാവും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെയായിരുന്നു. ഞാൻ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഒരു 25 വർഷം. അങ്ങനെ പൊതുരംഗത്ത് വളരെ സജീവമായി നിന്നവരാണ്. ഇപ്പോഴും മനസ്സ് എവിടെയാണ് നിൽക്കുന്നത് ബിജു? മാണി സാറിന്റെ പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടോ?
അല്ല, ഞാൻ തുറന്നു പറയാം. എൻ്റെ യൂത്തിലെ 3ാമത്തെ പ്രസിഡന്റാണ് ജോസ് കെ മാണി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരവോടെയാണ് ഞങ്ങളൊക്കെ കേരള കോൺഗ്രസിൽ നിന്ന് അകലാൻ ഇടയായത്. അത് മാണി സാറിനുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഞങ്ങളുടെയൊക്കെ മനസ്സ് കേരള കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പം ബിനു എതിർ രാഷ്ട്രീയം അറിയാമല്ലോ, പാലായിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ KSUവിലൂടെയാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു ബിനു. പക്ഷെ അപ്പോഴും മാണി സാറുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഒരിക്കലും വളരെ ദൃഢമായ ബന്ധമായിരുന്നു. തുറന്നു പറഞ്ഞാൽ ഒരു 20-25 വർഷം തിരുവോണം ഉണ്ടത് നമ്മുടെ വീട്ടിലാണ് മാണി സാറ്. അപ്പോഴും ഈ രാഷ്ട്രീയം വ്യത്യാസമൊന്നുമില്ലാതെ ബിനുവിൻ്റെ രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളവരും കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ആ സൗഹൃദവും എല്ലാം പുലർത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഒരു ദൗർഭാഗ്യമെന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ വരവിലൂടെ ആ ബന്ധങ്ങൾക്കൊക്കെ ഒരു വിള്ളൽ വീണു. നമുക്ക് വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല, അതൊക്കെയാണ് ഞങ്ങൾ UDF രാഷ്ട്രീയത്തിൽ നിന്നും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒരു അകലാനുള്ള ഇടയാക്കിയത്. ഇപ്പോൾ തിരിച്ച് LDFിലേക്ക് വരുമ്പോൾ എന്താണ് ബിജുവിൻ്റെ ഒരു ടേക്ക്? നമുക്ക് എങ്ങനെയാണ് ഈ പാലായിലെ ഒരു സങ്കീർണമായ അവസ്ഥ മറികടക്കാൻ പോകുന്നത് ബിജു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിനുവിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട്. എൻ്റെയും മോളുടെ ദിയാമോളുടെയും ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പം ഇലക്ഷൻ രംഗത്ത് വിജയിച്ചു വരുന്നത്. ബിനു 5ാമത്തെ ടേമാണ് ഇവിടുത്തെ നഗരസഭാംഗമാകുന്നത്. ആ 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനായതുകൊണ്ട് പറയുകയല്ല, ഇവിടെ ജനങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബിനുവിന് ഇലക്ഷൻ കഴിയുന്ന രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുന്ന ഇലക്ഷനിൽ ആ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരും ബിനുവിൻ്റെ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാതൃക ഞങ്ങൾക്കും പിന്തുടരാൻ സാധിക്കും. അത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടുമാവും. ഞങ്ങളെ വിശ്വാസത്തിലെടുത്തവർക്ക് നല്ല രീതിയിലുള്ള കൊടുക്കാം. ബിനു എന്തായാലും ഇനിയിപ്പം പന്ത് ശരിക്കും ബിനുവിൻ്റെ കയ്യിലാണ്. ബിനു വിചാരിച്ചാൽ മാത്രമേ UDFിൽ അവിടെ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അവിടെ നമ്മുടെ മായാ രാഹുലിനെ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ മായാ രാഹുൽ പറഞ്ഞത് ചെയർപേഴ്സൺ ആവാനുള്ളൊരു ആഗ്രഹം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ് അത്ര ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ദിയാമോള് 21 വയസ്സാണ്. മാത്രമല്ല ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ഇനി സാധ്യതയുള്ളത്? ഞാൻ തുറന്നങ്ങ് ചോദിക്കുക, ഏറ്റവും കൂടുതൽ സാധ്യത താങ്കൾ എന്താ കാണുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഭരണം ഇരു മുന്നണികൾക്കും സാധ്യമല്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ. അതെ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു മുന്നണിയുടെയോ ഒരു നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ആ ചട്ടക്കൂടിലോ അല്ല മത്സരിച്ചത്. പൂർണ്ണമായും സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം പൂർണ്ണമായി അംഗീകരിച്ചു. ഞങ്ങളെ പൂർണ്ണ വിജയം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയത്തിലുപരിയായി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് പാലായിലെ പൊതുസമൂഹത്തിന് ഏത് മുന്നണിക്കാണോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണോ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അംഗീകരിക്കുന്നവരോട്, ഞങ്ങളുടെ പ്രദേശത്ത് വികസനം എത്തിക്കാൻ സഹായിക്കുന്നവരോട് സഹായിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം നിന്ന സമാന മനസ്കര്, ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അംഗീകരിച്ച് നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പിലും പ്രചരണ രംഗത്തുമൊക്കെ നിന്നവരോട് എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് ഞങ്ങൾ ഈ 3 വാർഡിലെയും സംയുക്ത വാർഡ് ജനസഭ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സറിഞ്ഞ് ഒരു തീരുമാനം എടുക്കാനാണ്. ഇരു മുന്നണികളും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്ത് ഒരു ജനകീയമായി ജനപക്ഷത്ത് നിന്നൊരു തീരുമാനം എടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, മൂഷാറ എത്രയും പെട്ടെന്ന് ആ തീരുമാനം വരട്ടെ. അത് പാലായ്ക്ക് ഗുണകരവുമാവട്ടെ. ക്രിസ്മസ് ഇത്തവണ ഗംഭീരമായിരിക്കുമല്ലോ. ഒരു കുടുംബത്തിലെ 3 പേരാണ് മുനിസിപ്പാലിറ്റിയിലോട്ട് വരുന്നത് അല്ലേ? ദിയ, ക്രിസ്മസിന് എന്താണ് പ്രത്യേകിച്ച് വിഭവങ്ങളും ആഘോഷങ്ങളും എന്തെങ്കിലും ഉണ്ടോ ദിയ? അതെ, ഇപ്പൊ പയ്യെ ക്രിസ്മസ് കേക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എല്ലാവരുമായിട്ടും ഒരു വളരെ കുടുംബമായിട്ടൊരു ഇത് 3 പേര് ജയിച്ച സന്തോഷമുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ക്രിസ്മസ് ആണ് ആഗ്രഹിക്കുന്നത്. ദിയയുടെ മനസ്സ് ഇടത്താണോ അതോ വലത്താണോ? എൻ്റെ മനസ്സ് തൽക്കാലം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിജയിച്ച നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവിടാണ് ഇപ്പൊ എൻ്റെ മനസ്സ്. ബാക്കിയെല്ലാം മുന്നോട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളാണല്ലോ. ഓക്കെ ദിയ, ഗംഭീരമാവട്ടെ. അപ്പോൾ എനിവേ വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസ ഇൻ അഡ്വാൻസ് നേരുകയും ചെയ്യുന്നു. താങ്ക് യു ബിനു, താങ്ക് യു ബിജു, താങ്ക് യു ദിയ. മെനി ക്രിസ്മസ് വിഷസ് നേരുന്നു. ഗംഭീരമാവട്ടെ ഇത്തവണത്തെ ക്രിസ്മസും പുതുവത്സരവും ഒക്കെ ഒരു പുതിയ തുടക്കമാവട്ടെ. താങ്ക് യു.